തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. ദൈവസന്നിധിയിലേക്ക് ദൈവം ചേർത്തു പിടിക്കാൻ ആഗ്രഹിക്കുന്ന പ്രിയ ദൈവമക്കളെ, ജോയൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 2-ാം അധ്യായം 32-ാം തിരുവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. കർത്താവിനെ വിളിച്ചപേക്ഷിക്കണമെങ്കിൽ ആഴമായൊരു ബന്ധം നമുക്ക് അവിടുത്തോട് ഉണ്ടായിരിക്കണം. എറണാകുളത്ത് ജീസസ് യൂത്തിൻ്റെ ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുക. അതിനിടയിൽ ഒരു ഔട്ട്റീച്ച് പ്രോഗ്രാമിന് വേണ്ടി അനേകം മക്കളെ ചെറിയ ഗ്രൂപ്പുകളായിട്ട് വേർതിരിച്ച് അവർ സ്ട്രീറ്റിലേക്ക് പറഞ്ഞു വിടുകയാണ്. അങ്ങനെ അവർ എറണാകുളം പട്ടണത്തിലേക്ക് ഇറങ്ങി ചെന്നു. ഒരു ഗ്രൂപ്പ് അവരൊരു ഭിക്ഷക്കാരനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹം ഭിക്ഷ അയച്ച് കിട്ടിയ പല വസ്തുക്കളൊക്കെ കൂട്ടി ഒരു പാത്രത്തിലാക്കിയിട്ട് സന്തോഷത്തോടു കൂടി ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മക്കൾ അദ്ദേഹത്തോട് സംസാരിക്കുക. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇവരോട് സംസാരിക്കാൻ തുടങ്ങി. മക്കൾ, നിങ്ങൾ എവിടെ നിന്നാണ്, പേരെന്താണ്, എന്താ ചെയ്യുന്നത്? അപ്പോൾ ആ സീൻ ഈ ഭിക്ഷക്കാരനെ ഏറ്റെടുത്തു. ഇവരോടെല്ലാം ഇവർ ചോദിക്കുന്നതിനെ അതിജീവിച്ചിട്ടെന്ന പോലെ ഇദ്ദേഹം ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ അതിനിടയിൽ ഇദ്ദേഹം ശ്രദ്ധിച്ചു, ഒരു മകളുടെ മുഖത്ത് അല്പം ദുഃഖം. അദ്ദേഹം അവളോട് ചോദിച്ചു, മോളെ നീ എന്താ ദുഃഖിച്ചിരിക്കണേ? അപ്പോൾ അവൾ പറഞ്ഞേ, ഒന്നുമില്ല. ഇല്ല മോളെ, നിൻ്റെ മുഖത്ത് ദുഃഖമുണ്ട്, നീ പറ. ഈ ഭിക്ഷക്കാരൻ ചോദിക്കുക. അപ്പോൾ അവൾ പറഞ്ഞു, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമായി, എനിക്ക് മക്കളില്ല. ആ മനുഷ്യൻ, ആ ഭിക്ഷക്കാരൻ ചാടി എഴുന്നേറ്റിട്ട്, പാത്രം താഴെ ചാടി എഴുന്നേറ്റിട്ട് 2 കാര്യങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിട്ട്, അപ്പാ ഒറ്റ വിളി. ഈ മോള് പറഞ്ഞു കേട്ടോ, കുഞ്ഞുങ്ങളില്ലെന്ന്. അപ്പാ ഒറ്റ വിളി. അതിനുശേഷം ഈ മകൾ സാക്ഷ്യപ്പെടുത്തിയ കാര്യം അച്ഛനിപ്പോൾ പറയുന്നത്, 1 വർഷം കഴിയുമ്പോൾ അവൾക്ക് ഒരു കുഞ്ഞിനെ ദൈവം നൽകി. ഈ ഭിക്ഷക്കാരൻ ദൈവത്തോടുള്ള ആഴമായ ബന്ധത്തിൽ നിന്ന് അപ്പാ എന്നൊരു വിളി, കരങ്ങൾ നിവർത്തി സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് പറയുക, ഈ മോൾക്ക് പറഞ്ഞു കേട്ടോ, കുഞ്ഞില്ലെന്ന്. ദൈവം അവിടെ ഇടപെടുകയാണ്. ദൈവത്തോട് ആഴമായ ബന്ധമുള്ള ഒരു ഭിക്ഷക്കാരൻ, ധനികനാണ് ആ മനുഷ്യൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെയും ജീവിതത്തിൽ ഈ ഒരു ബന്ധമാണ് നമുക്ക് വേണ്ടത്. ഏതവസ്ഥയിലും അപ്പാ എന്ന് വിളിച്ച് സൃഷ്ടാവായ ദൈവത്തെ, പിതാവായ ദൈവത്തെ വിളിച്ച് ഇടപെടുത്തുവാൻ സാധിക്കുമ്പോൾ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, അസാധ്യമെന്ന് ലോകം കരുതുന്ന മെഡിക്കൽ സയൻസ് പറയുന്ന കാര്യങ്ങൾ ദൈവത്താൽ സാധ്യതമാക്കപ്പെടും. ഇതിലേക്കുള്ളൊരു വിളി നമുക്കുണ്ട്. ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നവർ ഭഗ്നാശനാകേണ്ടി വരില്ല. കർത്താവിൽ ആശ്രയിക്കുന്നവൻ കഴുകനെപ്പോലെ ചിറകടിച്ചുയരും. ദൈവത്തിൻ്റെ ശക്തി എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ഈ വിശ്വാസത്തോടെ കർത്താവിനെ വിളിക്കാനും ദൈവത്തെ വിളിച്ച് ജീവിതത്തിൽ ഇടപെടുത്താനും നമുക്ക് ഇടയാകുമ്പോൾ നമ്മുടെയും ജീവിതത്തിൽ ഇതിനേക്കാൾ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രാപിക്കുവാനും സ്വന്തമാക്കാനും നമുക്ക് സാധിക്കട്ടെ. അതിനായി ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന അനുഭവങ്ങൾ സ്വന്തമാക്കാൻ നമുക്കും ഇടയാകട്ടെ. അതിനുവേണ്ടി നമുക്ക് അവിടുത്തെ വിളിക്കാം, പ്രാർത്ഥിക്കാം.